നിങ്ങൾക്ക് ഞങ്ങൾ രാമചന്ദ്രനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രാമചന്ദ്രൻ കേട്ടിട്ടുണ്ടാവും. രാമചന്ദ്രൻ ഇന്നലെ ഞങ്ങൾക്ക് പത്തനംതിട്ടയ്ക്ക് അടുത്തൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. രാമേന്ദ്രൻ അവിടെ വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്ത ഒരാളാണ്. അലഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യൻ, അന്ധനാണ്, പാവപ്പെട്ടവനാണ്. അപ്പൊ രാമേന്ദ്രൻ ഇന്നലെ ഞാനിങ്ങനെ വചനം പറയുമ്പോൾ രാമേന്ദ്രൻ കമന്റ് പറയും, ഉറക്കെ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ പിതാവിനോട് പ്രാർത്ഥിക്കണം, അപ്പാന്ന് വിളിക്കണം. അപ്പൊ രാമേന്ദ്രൻ, അപ്പൊ യേശുവിനോടോ ഇങ്ങനെ പറയും. ഞാൻ പറയും, രാമേന്ദ്രൻ മിണ്ടരുത്. അപ്പൊ ഇങ്ങനെ ഓരോന്നും ഞാൻ എന്ത് പറഞ്ഞാലും രാമേന്ദ്രൻ അവിടുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ബൈബിളും കൊണ്ടുവരാതെ വന്നിരിക്കുകയാണല്ലോ. അപ്പൊ രാമേന്ദ്രൻ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇങ്ങനെ വിളിച്ചു പറയും. അപ്പൊ കൺവെൻഷനൊക്കെ പത്തനംതിട്ട ഏതെങ്കിലും ഭാഗത്തുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ് ഈ രാമേന്ദ്രൻ അറിയും. എന്നിട്ട് വരും, എന്നിട്ട് ഉറക്കെ വിളിച്ച് പറയും. ആദ്യത്തെ ദിവസം ആദർശിച്ചനാ പോയി പ്രസംഗിച്ചത്. ആദ്യത്തെ ദിവസം രാമേന്ദ്രൻ വിളിച്ചോ, ഡാനിയലച്ച വന്നില്ലേ എന്ന് ഉറക്കെ വിളിച്ച് ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. രാമേന്ദ്രൻ ഒരിക്കൽ വളരെ ഒരു സങ്കടം പറഞ്ഞു. രാമേന്ദ്രൻ പറഞ്ഞു, ഒരിക്കൽ രാമചന്ദ്രൻ ഞങ്ങളുടെ ദേവാലയത്തിൽ വന്നപ്പോൾ തിരുനാളിന് ഞങ്ങൾ രാമേന്ദ്രന് പാനസും ഷർട്ടും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത്, നല്ല ഉടുപ്പൊക്കെ ഇടിപ്പിച്ച്, നല്ല പാൻ്റൊക്കെ ഇടിപ്പിച്ച്, തിരുമേനി ഇരുന്ന കൂട്ടത്തിൽ അവിടെ ഒരു കസേരയൊക്കെ ഇട്ട് അവിടെ ഇരുത്തി. വന്ന് രാമേന്ദ്രൻ പറയാണ്, എനിക്ക് മൈക്ക് തരണം. ഞാൻ മൈക്കൊന്നും ഇല്ല, മിണ്ടാവിട്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അവ പറഞ്ഞില്ല, എനിക്ക് മൈക്ക് വേണം, എനിക്ക് പ്രസംഗിക്കണം. അവസാനം ഈ മനുഷ്യന്റെ ബഹളം കാരണം മൈക്ക് കൊടുത്തു. മൈക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ടൊരു കാര്യം പറഞ്ഞു, ആദ്യമായിട്ടാണ് ഒരു പള്ളിയിൽ എന്നെ ഇങ്ങനെ സ്വീകരിച്ചിരുത്തുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ തല ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടുന്ന് വടി കൊണ്ട് എൻ്റെ ഉച്ചിക്കടിച്ച് ഗേറ്റിന് വെളിയിലേക്ക് വലിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു. ഒരു ഭിക്ഷക്കാരൻ കയറി വരുമ്പോൾ അവൻ്റെ തലക്കടിച്ച് ഗേറ്റിന് വെളിയിലോട്ട് ഇട്ടിട്ട്, നീ എന്തോരം കുർബാന ചൊല്ലിയാലും ദൈവം പ്രസാദിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ട്? കരഞ്ഞുകൊണ്ട് രാമേന്ദ്രൻ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോഴും അതിൻ്റെ വേദന മാറിയിട്ടില്ല. പള്ളി കയറി ചെന്നപ്പോ ഒരു അയാൾ കണ്ണ് കാണാത്ത ആളല്ലേ, അയാൾക്കറിയില്ല, കണ്ണ് കാണാത്ത ആളാണ്, അയാൾക്കറിയില്ല. അയാൾ ഇങ്ങനെ കയറി വരികയാണ്. അന്നേരം അയാൾ ചിലപ്പം ബഹളം വെക്കും. അയാൾ ചിലപ്പോൾ നമ്മുടെ ചിട്ടവട്ടങ്ങൾക്കകത്ത് നിന്നെന്ന് വരില്ല. അതിനോട് ക്രൂരത കാണിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ഇതെല്ലാം പറയുന്ന ആളുകൾ ഭയങ്കര ക്രൂരന്മാരാണ്, ഹൃദയമില്ലാത്തവരാണ്. നമ്മൾ ഈ കയറി വരുന്നവനെയൊക്കെ അടിക്കുക, നീ കള്ളനല്ലേ, നീ ഇന്ന് കഴിഞ്ഞ ദിവസം ഒറീസായി ദുരന്തം ഉണ്ടായെന്ന് പറഞ്ഞ് വന്ന് നീയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ കർത്താവ് പറയാണ്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? ഇത് മനസ്സിലാവുന്നുണ്ടോ? ബലിയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പിടിയിട്ടിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധികളെ കുറ്റം വിധിക്കുമായിരുന്നില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ കാല് കഴുകി വരികയാണ്. 12 പേരുടെ കാലാ കഴുകുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ കഴുകി വന്നപ്പോഴാണ് ഒരു കൊച്ചു ദേ ഇങ്ങനെ കാല് നീട്ടിക്കൊടുത്തു. മാർപ്പാപ്പ അതിന്റെയും കാല് കഴുകി. അയ്യോ, എണ്ണം തെറ്റി, എത്രയായി? 13ആയി. അയ്യോ, എല്ലാം തീർന്നു, ഇനിയിപ്പോ സ്വർഗം പോവും. 12 ഇടത്തിന്റെ കാല് കഴുകിയാണ് വന്നപ്പോ ഒരു കൊച്ചു വിചാരിച്ചു എല്ലാവരുടെയും കഴിവായിരിക്കും വിചാരിച്ചിട്ട് മാർപ്പാപ്പ അതിന്റെയും കാല് കഴുകി. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് കർത്താവ് പറയാണ്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ആത്മീയത സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന മക്കള് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അടുത്തത് 9 മുതലുള്ള വാക്യങ്ങൾ. യേശു അവിടെ നിന്ന് വായിക്കുക. യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനഗോഗിലെത്തി. അവിടെ കൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു, സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? അവൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തൻ്റെ ആട് സാബത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യൻ. അതിനാൽ സാബത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ്. അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി. ഉടനെ അത് സുഖം പ്രാപിച്ച് മറ്റേ കൈ പോലെയായി. ഫരിസേയർ അവിടെ നിന്ന് പോയി അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി. ശ്രദ്ധിച്ചേ. അപ്പൊ ഇവർക്ക് നന്നായിട്ട് മുറിവേറ്റു. ആർക്ക്? ഫരിസേയർക്ക്. അപ്പൊ ഈശോ അവിടുന്ന് നേരെ പോയിട്ട് ഒരു സിനഗോഗിലേക്ക് കയറി. സാബത്ത് ദിവസം എല്ലാവരും സിനഗോഗിൽ കൂടി വചനം വായിക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു പതിവുണ്ട്. അപ്പൊ ഈശോ ഒരു നല്ല യഹൂദനായതുകൊണ്ട് യേശു നേരെ നടന്നു എന്ന് അവരുടെ സിനഗോഗിലെത്തി. അപ്പൊ സിനഗോഗിലെത്തിയ സമയത്ത് അവിടെ കൈ ശോഷിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. കൈ വയ്യാത്ത ഒരുത്തൻ. അപ്പോൾ
യേശുവിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ, അതായത് സാബത്ത് ലംഘിച്ചു, കതിര് പറിച്ച് തിന്നു, അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ ബൈബിളിൽ നിന്ന് തന്നെ എടുത്ത് കോട്ട് ചെയ്ത് ആർഗ്യൂ ചെയ്തു. അപ്പൊ യേശുവിനോട് കടുത്ത അമർഷത്തിലും ദേഷ്യത്തിലുമായിരിക്കുന്ന ഈ ജനം, അവര് വളരെ യേശുവിനെതിരെ അവനെ എങ്ങനെ കൊല്ലണമെന്ന ചിന്ത അവരുടെ മനസ്സിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ യേശുവിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഈ കൈ ശോഷിച്ച മനുഷ്യൻ, ആ മനുഷ്യനെ കണ്ടിട്ട് ഈ ഫരിസേയര് വന്നിട്ട് യേശുവിനോട് ചോദിച്ചു, ഈ സാബത്ത് ദിവസം രോഗശാന്തി കൊടുക്കുന്നത് അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ഈശോ അവരോട് അടുത്ത ആർഗ്യുമെന്റ്, നിങ്ങളുടെ ഒരു കാളയോ കഴുതയോ കുഴി വീണെന്ന് വിചാരിക്കുക, സാബത്ത് ദിവസമാണ്, നിങ്ങൾ അതിനെ പിടിച്ചു കയറ്റുമോ? അവർ പറഞ്ഞ് പിടിച്ചു കയറ്റും. അങ്ങനെ നിങ്ങളുടെ കാളയോ കഴുതയോ കുഴി വീണാൽ പിടിച്ചു കയറ്റിയാൽ, ആടിനേക്കാൾ ഒരു ആട് കുഴി വീണാൽ അതിനെ പിടിച്ചു കയറ്റിയാൽ ആടിനേക്കാൾ എത്ര വിലപ്പെട്ടവനാണ് മനുഷ്യൻ. അതിനാൽ സാബത്തിൽ നന്മ ചെയ്യുന്നത് അനുവദനീയമാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചേ. അതായത് ഞായറാഴ്ച ആചരണത്തെക്കുറിച്ച് ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്, എല്ലാവരും പ്രസംഗിക്കുന്നതാണ്. സാബത്താചരണം, ഞായറാഴ്ച ആചരണം. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ഞായറാഴ്ച ആചരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നന്മ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് പുതിയ നിയമം ഞായറാഴ്ച ആചരണത്തിന് തരുന്ന വ്യാഖ്യാനങ്ങളിൽ ഒന്ന്, നന്മ ചെയ്യണം. നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരം കർത്താവിന്റെ ദിവസത്തിൽ കൂടുതൽ പ്രയോജനപ്പെടുത്തണം. ഇപ്പൊ ഞായറാഴ്ച ആചരണം എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൽ പോയി വെള്ളവസ്ത്രം ധരിച്ചു പോയി ദേവാലയത്തിൽ ചെന്നു, ദൈവത്തെ ആരാധിച്ചു, തിരിച്ചു വന്നു, കിടന്നുറങ്ങി, അതല്ല. മറിച്ച് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ അന്ന് പ്രയോജനപ്പെടുത്തണം. അതുകൊണ്ടാണ് സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത്, ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഇത് യേശു തരുന്നൊരു വ്യാഖ്യാനമാണ്. സാബത്ത് ദിവസം നന്മ ചെയ്യുന്നത് അനുവദനീയമാണ്. അനന്തരം അവൻ കൈ നീട്ടി, ഉടനെ അത് സുഖം. അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. ഉടനെ അവൻ കൈ നീട്ടി, ഉടനെ അത് സുഖം പ്രാപിച്ചു, മറ്റേ കൈ പോലെയായി. ഫരിസേയർ അവിടെ നിന്ന് പോയി അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി. അപ്പോ ഈ സമയം മുതലാണ് യേശുവിനെ കൊല്ലണം എന്നൊരു ചിന്ത ഫരിസേയർക്ക് വരുന്നത്. കാരണം അവൻ നിയമം തെറ്റിക്കുന്നു, നിയമം തെറ്റിക്കാൻ മറ്റുള്ളവരെ ആഹ്വാനം ചെയ്യുന്നു, ശിഷ്യന്മാർക്ക് ദുർമാതൃക കൊടുക്കുന്നു, നിയമം തെറ്റിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു.